അതുപോലെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള കഥാപാത്രമായിരുന്നു തിലകൻ ചേട്ടൻ്റെ ഫാദർ. അത് ലൈഫിൽ എവിടെയെങ്കിലും അങ്കിളോ കമലോ കണ്ടിട്ടുള്ള ആളാണ്? കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ പലപ്പോഴും ഈ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഇഷ്ടമുള്ള ആളായിരുന്നുണ്ട്. ഇങ്ങനെ ബസ്സിലും മറ്റുമൊക്കെ കയറിയിട്ട് അങ്ങനെ പോകുമ്പോൾ ഈ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറീസുമായിട്ടൊക്കെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെന്ന് ഒരു മലയാളി വാരത്തിൽ താമസിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കോൺവെൻറ്റിൽ താമസിക്കുമ്പോൾ, അദ്ദേഹം അവിടുത്തെ ജോലിക്കാരോടും ആ തോട്ടത്തിലെ തൊഴിലാളികളോടും ഒക്കെ പെരുമാറുന്ന ഒരു രീതി ഭയങ്കര ചുണ്ടിയെടുത്തുകൊണ്ടും ശകാരിച്ചുകൊണ്ടും വെട്ടാൻ വരുന്ന പോലെയാണ് വരിക. അത് കഴിഞ്ഞ ശേഷം കെട്ടിപ്പിടിച്ചിട്ട് അയാൾക്ക് അയാളുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയില്ലാത്തിടത്തോളം സ്നേഹം പോലും പകർന്നു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ മനസ്സിൽ അപ്പം തോന്നുന്ന റിഫ്ലക്സുകൾക്ക് യാതൊരു മുഖംമറയും ഇടാത്ത ഒരു മനുഷ്യൻ എന്ന് അതൊരു വൈദികൻ്റെ കുപ്പായത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പല വൈദികരുമായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു. അത് പയ്യനം എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ തിലകൻ തന്നെ ചെയ്തിട്ടുള്ള ഒരു അമ്മാമ്മ വന്നിട്ട് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ, കഴിഞ്ഞ ഞായറാഴ്ച നീ എവിടെയായിരുന്നു പള്ളിയിൽ പറയാനും നിൻ്റെ കെട്ടിയാനേയും വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വേറെ ആളൊന്നും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതിൻ്റെ വേരിയേഷൻസിലൂടെ ഒരു എന്താ പറയുക ഒരു സ്തുതിവചനത്തിന് മറുസ്തുതി പറയുന്നതിൻ്റെ വേരിയേഷൻസിലൂടെ പോലും ആ കഥാപാത്രത്തിൻ്റെ ഒരു സെൽഫിനെ പോർട്രേ ചെയ്യാമെന്ന് പറയുന്ന അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ആ പരിവൃത്തത്തിലുണ്ടാക്കിയൊരു കഥാപാത്രമാണത്. അത് അയാളെപ്പോലത്തെ ഒരു ആർട്ടിസ്റ്റ്, തിലകനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതിന് ആ നിറവ് കിട്ടിയതും. അതിൻ്റെ ആ ഒരു അഭിനയ സമ്പ്രദായത്തിൻ്റെതായ എല്ലാ ചിട്ടവട്ടങ്ങളും അത് കൃത്യമായിട്ട് ഇണങ്ങി ചേരുകയാണ്. തിലകൻ ചേട്ടൻ തന്നെ ചെയ്ത മറ്റൊരു ഫാദറുണ്ട്, നമ്മുടെ എൻ്റെ മാമ. അതിൽ സാധാരണ ഇപ്പോൾ ഒരു പള്ളിയിൽ അച്ഛൻ്റെ പറയുന്ന ഡയലോഗാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് മാറ്റിയിട്ട് തിലകൻ ചേട്ടനെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്നെപ്പറ്റി ഒരു പരാതിയുണ്ട്, ഞാൻ ഈ കെട്ടിടം പണി നടക്കുന്നിടത്തൊക്കെ അല്പസ്വല്പം വെട്ടിപ്പൊക്കെ നടത്തേണ്ടതെന്നാണ് ആളുകൾ പറയുന്നത്. ഒരു പള്ളിയിൽ അച്ഛൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഞാനങ്ങനെ ഒരിക്കലും ചെയ്യില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന്. പക്ഷേ ഇയാൾ പറയുന്നത് അല്പസ്വല്പം വെട്ടിപ്പൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നാണ് പറയുന്നത്. അങ്ങനത്തെ അച്ഛന്മാരൊക്കെ നമുക്ക് അതുകൊണ്ടാണ് അതൊക്കെ നമ്മുടെ മനസ്സിൽ റിയൽ ലൈഫിൽ നമ്മൾ എടുത്തതുപോലെ ഐഡന്റിഫൈ ചെയ്യാൻ തോന്നുന്നു. കാരണം നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ചില കഥാപാത്രങ്ങൾ. ഈ ഉണ്ണികളെ ഒരു കഥ പറയാനുള്ള അച്ഛനെ നമുക്ക് എപ്പോഴും അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു അച്ഛനാണ്. എൻ്റെ പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ഔസേപ്പച്ചൻ തന്നെ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഔസേപ്പച്ചനോട് ചോദിക്കാം ഇതിൽ ഓരോ പാട്ടുകൾ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണെന്നും. സമാഗമത്തിലെ അടുത്ത അതിഥിയായെത്തുന്നത് ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ ശ്രീ ഔസേപ്പച്ചൻ. ഞങ്ങൾ ഈ ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന സിനിമയുടെ കഥയും ആ സിനിമ എങ്ങനെ ഉണ്ടായി, അതിൻ്റെ കഥ എങ്ങനെ രൂപപ്പെട്ടു വന്നു, അല്ലെ കഥാപാത്രങ്ങൾ എങ്ങനെ അങ്കിളുടെ മനസ്സിലേക്ക് വന്നു, അതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്കിൾ പറഞ്ഞൊരു കാര്യം, ആ കഥ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ പാട്ടുകൾക്കാണ് അതിന് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നത്. പല സിറ്റുവേഷൻസ് തമ്മിൽ കണക്ട് ചെയ്യിക്കാനും പല കഥാപാത്രങ്ങളുടെ ഫീലിങ്സ് വെളിപ്പെടുത്താനും ഒക്കെ അതിന് പാട്ടുകളാണ് അതിനെ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അത് മൊത്തത്തിൽ ആ പാട്ട് അതിൻ്റെ തീമാണ്. മൊത്തം പടത്തിലെ ഉണ്ണികളെ കഥ പറയാമെന്ന് പറഞ്ഞ പാട്ടാണ്. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആ മൊത്തം പടത്തിൻ്റെ ഫീല് നമുക്ക് കിട്ടും. അതിൻ്റെ ടോട്ടൽ സ്റ്റോറി വളരെ ഒരു ബിച്ചുവേട്ടൻ നമ്മളൊരു 5 നിമിഷം പാടുന്നൊരു പാട്ടിലേക്ക് ഒതുക്കിയിട്ടുണ്ട്. അത് കമലിൻ്റെ ഐഡിയ ആണത്. അങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് വരുന്ന ഒരു ടോട്ടൽ സബ്ജക്റ്റാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തതല്ല, അതിൽ നിന്ന് നമ്മൾ ചുരുക്കിയെടുത്ത ഒരു പാട്ടാണ് ടോട്ടൽ സബ്ജക്റ്റിൽ നിന്ന്.